So, എംപവറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിമിറ്റ്സ്, പിന്നെ പ്രോബ്ലംസ് ഓൺ ലിമിറ്റ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്ന ഇത് നമ്മുടെ കാൽക്കുലസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലിമിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന മാത്സ് പഠിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് ലിമിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കാൻ വന്നു വെച്ചാൽ ലിമിറ്റ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. സോ അതിനു മുമ്പായിട്ട് എനിക്ക് എന്താണ് ഒരു ഫംഗ്ഷൻ, നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. സോ ദ ബിഹേവിയർ ഓഫ് ഇറ്റ്, ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ഹെൽപ്പ് us understand the behavior of a function as the input x approaches a specific value എന്ന് പറയുന്നു. പിന്നെ if f of x approaches a finite value n as x approaches a, then limit x tends to a, f of x is to l എന്നുള്ള ഒരു തിയറി മാത്രമാണ് നമുക്ക് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വിശദമായിട്ട് എന്താണെന്നുള്ളതൊന്ന് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഗ്രാഫ് എന്നുള്ളൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാഫ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എങ്ങനെയാണ് ഒരു ഗ്രാഫിലേക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഞാൻ എക്സിന്റെ ഇതിന്റെ അർത്ഥം ഫംഗ്ഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ മാത്സിൽ എപ്പോഴും കാണാറുണ്ട് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് വൈ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ടേമിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്, അതായത് എക്സിന്റെ ടേമിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ എക്സും വരാം വൈ വരാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്ന് വരാം. ഇതാണ് നമ്മളിപ്പം ഇവിടെ എഫ് ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് എന്ന് പറയും. ഇനി നമുക്ക് ഗ്രാഫ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. സോ ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ, എനിക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എനിക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതെങ്ങനെ ഗ്രാഫിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇങ്ങനെ കിട്ടുന്നതെന്നുള്ളൊരു ഡൗട്ട് വരും. സോ ഇതിനായിട്ട് ഇത് 0 എന്നുള്ള പോയിന്റാണ് ഒറിജിനൽ, നിങ്ങൾക്കറിയാം. ഇത് 1, ഇത് 2, ഇത് 3. അതുപോലെ ഇവിടെ ഇവിടെ 1, 2, 3 ഇങ്ങനെ പോകും. സോ ഞാനിവിടെ എങ്ങനെയാണ് എനിക്ക് എഫ് ഓഫ് എക്സ് ഈ കർവ് പോലെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ ആണ്. സോ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈയിലേക്ക് നമ്മൾ ഓരോ വാല്യൂ എക്സിനും വൈക്കും നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഞാനിപ്പോൾ എഫ് ഓഫ് 0 കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടും, ഈ ഫംഗ്ഷനിലേക്ക് എക്സിന് പകരം 0 ഇട്ടു, വൈക്കും പകരം 0 പുട്ട് ചെയ്തു. സോ ഇത് 0 കിട്ടും. ഇനി എഫ് ഓഫ് 1 ഞാൻ ചെയ്യുവാണെങ്കിൽ
എനിക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എന്നുള്ള 1 സ്ക്വയർ പ്ലസ് വൈ എന്നുള്ള 1 സ്ക്വയർ. സോ 2 ആൻസർ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന് ഈ ഗ്രാഫിലേക്ക് എടുക്കുകയാണ്. എക്സിന് 1ന് നേരെയും വൈക്ക് 1ന് നേരെയും നമ്മളിവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് നമ്മൾ 10th പഠിക്കുമ്പോൾ എല്ലാം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇത് പറഞ്ഞത്. അപ്പം ഞാൻ അത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ലിമിറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫിൻ്റെ കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഗ്രാഫ് തന്നെ ഒന്നുകൂടെ ഇതിൻ്റെ എക്സ് ആക്സിസ് എടുക്കുന്നു. സോ എനിക്കിവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ഈ ഗ്രാഫിൽ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ പർട്ടിക്കുലർ പോയിന്റ് എടുക്കുക. എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ എടുത്തു. സോ എനിക്ക് എഫ് ഓഫ് എക്സിന്റെ നേച്ചർ ഈ എ എന്ന പോയിന്റിൽ എത്ര അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്ന് പിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് അതായത് എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ എഫ് ഓഫ് എ എന്നുള്ള വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വാല്യൂ ഒന്നും എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കുക. സോ എഫ് ഓഫ് എയുടെ വാല്യൂ എനിക്ക് അറിയില്ല. സോ അപ്പോൾ എനിക്ക് എഫ് ഓഫ് എ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ അതിനായിട്ട് ഇവിടെ എനിക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. സോ എനിക്ക് എയിലേക്ക് എത്തണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഇങ്ങനെ വരാം, ഈ എക്സ് ആക്സിസിൽ കൂടെ ഇങ്ങനെ വരാം. നമുക്കറിയാം ഒരു വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്തോറും നമുക്കറിയാം ഡിക്രീസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 2 ആണെങ്കിൽ നമുക്കറിയാം 1 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വാല്യൂസ് എല്ലാം നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ അതിനെ നമുക്ക് എ മൈനസ് എന്ന് കൊടുക്കാം. ഈ എ വാല്യൂ ഈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ്. സോ അതിന് നമുക്ക് എ പ്ലസ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എ എന്നുള്ള വാല്യൂ നമുക്ക് അറിയില്ല. സോ നമ്മളിവിടെ എന്താണ് ഈ എക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ എ നെഗറ്റീവ് എന്നും റൈറ്റ് സൈഡ് എ പോസിറ്റീവ് എന്നും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ഇവിടെ എക്ക് പുറത്തുള്ള എടുക്കുക. എക്സ് എന്ന് അതിനെ ഡിനോട്ട് ചെയ്യാം. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന എക്ക് അടുത്തായിട്ടുള്ള ഒരു വളരെ അടുത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് ഡിസ്റ്റൻസിലുള്ള വളരെ മൈന്യൂട്ടായ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് എക്സ്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് ഈ എയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അപ്പം അതിൻ്റെ ഏകദേശം തൊട്ടടുത്ത് കിടക്കുന്ന എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെ സ്വഭാവം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഈ എക്സ് വെച്ചിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ അത് എക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം വളരെ അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അവിടെയാണ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ വരുന്നത്. സോ അതിനെ ഞാൻ ഒന്നുകൂടെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. അപ്പോൾ ഇനി നമ്മൾ പറയണം എന്താണ് എക്സ് ടെൻസ് ടു എ എന്നുള്ളത്. അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് വളരെ അടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ആ ഡെഫിനിഷനിലേക്ക് വരികയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ദെൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് എപ്പോഴാണോ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ഫൈനറ്റ് വാല്യൂ കിട്ടും. ഫൈനറ്റ് വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എ എന്ന് നമുക്ക് പറയാം. അതായത് എൽ ഓർ എഫ് ഓഫ് എ. ഇവിടെ ഇപ്പോൾ എൽ എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ലിമിറ്റ് എന്ന് പറയുന്നത്.
സോ ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് വലിയ ഡൗട്ട് വരില്ല, കാരണം നമ്മൾ ഈ ഒരു ഡെഫിനേഷനെയാണ് നമ്മൾ ഈ ഗ്രാഫിൽ കൂടെ വരച്ചത്. നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ക്യാരക്ടർ അറ്റ് എ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. സോ നമുക്ക് അവിടെ എയുടെ വാല്യൂ ഒന്നും നമുക്ക് അറിയില്ല. സോ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ വാല്യൂ എടുക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എയുമായിട്ട് വളരെ അടുത്താണ്. സോ എക്സ് എയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ അല്ലെങ്കിൽ എൽ എന്ന് പറയാം. ഫൈനിറ്റ് വാല്യൂ നമുക്ക് വരും. ഇനി നമ്മൾ ലിമിറ്റ് എല്ലാം നമ്മുടെ ഓരോ ഫങ്ഷൻസിനും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫങ്ഷനൊക്കെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് എന്ന് നോക്കുക ഓരോ ഫങ്ഷനും. അപ്പോൾ അതിനായിട്ട് നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു കുറച്ച് 2-3 ബേസിക് ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിക്കണം. അത് ഞാൻ ഇവിടേക്ക് എഴുതാം. അതായത് ഞാൻ ഓൾറെഡി ഈ ഫോർമുല പറഞ്ഞു. എപ്പോഴാണ് ലിമിറ്റ്, അതായത് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ആവുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താകുന്നു, എ ആകുന്നു. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനിഷനാണ്. അപ്പോൾ അതായത് എക്സ് എന്ന് പറയുന്നത് എ ആകുന്നു, ഈക്വൽ ആകുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ഫോർമുലയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് എയിലേക്കാവുന്നു. സോ എന്ത് ചെയ്യുന്നു, പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു എ കൊടുക്കുക. അപ്പം ഇക്വേഷൻ ബിക്കം എക്സ് റേസ് ടു എ റേസ് ടു എൻ എന്ന് വരും. ഇനി നെക്സ്റ്റ് പിന്നെ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ വരുന്നുണ്ട്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ സി ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് എന്നുള്ള സി തന്നെ നമുക്ക് വരും. ഇനി നെക്സ്റ്റ് നമ്മളിനി ഒരു ഇത് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലിമിറ്റ് നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെയാണ് നമ്മൾ എഴുതിയുള്ളതെന്ന്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, നമുക്കറിയാം അഡീഷൻ ആണ്. സോ ഓരോ ഫംഗ്ഷനും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. അതേപോലെ തന്നെ എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. സോ എങ്ങനെയാണ് രണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക? അത് സിമ്പിളാണ്. നമ്മൾ ഇതേപോലെ തന്നെ എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇതൊക്കെ സിമ്പിളാണ്. നമുക്ക് അഡിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കറിയാം നമ്മൾ ആ രണ്ട് ഇക്വേഷൻ അവിടെ എഴുതുന്നു. സോ ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വീണ്ടും ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഇക്വേഷനുണ്ട്. അത് ഡിവിഷൻ ആണ് വരുന്നത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു. സോ ഇതെന്താണ്, ഡിവിഷനാണ് വരുന്നത്. സോ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷനിലും സെപ്പറേറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്നത്, നമുക്കിനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു മെത്തേഡൂടെ നോക്കണം. സോ അതിനായിട്ട് ഫസ്റ്റ് മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിങ് മെത്തേഡ്. തേർഡ് മെത്തേഡ് റേഷണലൈസിങ് മെത്തേഡ്. പിന്നെ നമുക്കൊരു 0/0 എന്ന് പറഞ്ഞ ഒരു കേസ് വരുമ്പോൾ ഉള്ള ഒരു ഇത്. അപ്പോൾ ഈ 4 കേസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അപ്പം ഞാൻ ഇത് ഇത്തിരി കുറച്ച് സിമ്പിളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്റ്റെൻസ് ടു ഇപ്പോൾ 2 എന്നോ
എക്ക് പകരം എ ഈക്വൽ ടു 1 or 2 or 3 എന്ത് വേണേലും ആകാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് എക്സ് ടെൻസ് ടു 2x² + 3x - 4 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിൽക്കുന്നത്. സോ ഞാൻ ഇവിടെയൊക്കെ എനിക്ക് 2 ആണ്, എക്സ് ടെൻസ് ടു 2 ആണ് നിൽക്കുന്നത് ക്വസ്റ്റ്യൻ, x² + 3x - 4. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ 2 എടുത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2² + 3 × 2 - 4 വരും. ദാറ്റ് ഈസ് 4 + 12 -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. അപ്പോൾ അത് ഡയറക്റ്റ് അങ്ങ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു കേസ് വരുന്നത് നമ്മുടെ ഫാക്ടറിങ് മെത്തേഡാണ്. നമുക്ക് എല്ലാ കേസിലും നമുക്ക് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്താണ് ആൻസർ ഇങ്ങനെ വരും. നമുക്ക് ഈ ഒരു കേസ് വരും 0/0. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ, നമുക്കറിയാം 3 തന്നിട്ട് x² - 9 / x - 3. ഇവിടെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ടെൻസ് ടു 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3² - 9 / x - 3. ഇവിടെ 3ക്ക് എക്സിന് 3 കൊടുത്തേ, അപ്പോൾ നമ്മുടെ വാല്യൂ 0/0 എന്ന് വരും. അപ്പം എന്താണ് 0/0 എന്ന് പറഞ്ഞാൽ നമ്മളറിയാം 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, അല്ലെ 1 / 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷെ 0/0 നമുക്ക് ഇസ് നോട്ട് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. അതായത് ഇത് ഒരിക്കലും ഒരു 1 ആയിരിക്കില്ല. അപ്പോൾ 0/0 വന്നു കഴിഞ്ഞാൽ ഇതിനെ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുന്നത്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഫാക്ടറൈസ് ആൻഡ് സിംപ്ലിഫൈ, അതാണ് ഈ മെത്തേഡ്, ഫാക്ടറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. അപ്പം ഞാൻ നമ്മൾ കുറച്ച് ഈ x² - 9 നമുക്ക് നമ്മൾ ഈ 10th പഠിച്ചിട്ടുണ്ട് ഒരു ഫോമുല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഫാക്ടർ ആക്കിയിരുന്നു. അതിന് വേണ്ടിയിട്ട് a² - b² എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ a² - b² is a + b × a - b. അപ്പോൾ ഇവിടെ എന്താണ് a = നമുക്ക് x എടുക്കാം, ഇവിടെ b = എന്താണ് bയുടെ സ്ക്വയർ ആണ് 9 എന്ന് പറയുന്നത്. അപ്പം b = 3. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി a + b × a - b. സോ x - 3 × x + 3 ഇതുവരെ x - 3. ഇനി നമുക്ക് ഈ x - 3യും ഇതും കൂടെ കട്ടായിപ്പോൾ ബാക്കി നമുക്ക് ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഫൈനൽ എപ്പോഴാണ് ലിമിറ്റ് അപ്ലൈ ചെയ്ത ഒരു ഫൈനറ്റ് നമ്പർ, ഇവിടെ ഇപ്പോൾ 6 കിട്ടുന്നിടം വരെ നമ്മൾ ഈ ലിമിറ്റ് ഇതുപോലെ എഴുതിക്കൊണ്ടിരുന്നിട്ട് ലിമിറ്റ് ലാസ്റ്റ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഫൈനറ്റ് നമ്പർ കിട്ടി. ഇതാണ് ഫാക്ടറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്, ആദ്യം നമ്മൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വർക്കൗട്ട് ആവുമെന്ന് നോക്കുക. അപ്പോൾ നമുക്കൊരു ഫൈനറ്റ് നമ്പർ കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറിങ് മെത്തേഡിലേക്ക് പോകണം. നെക്സ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈ മെത്തേഡ്സ് ഒന്നുകൂടെ മനസ്സിലാവും. റേഷണലൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് വരുന്ന കേസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ സ്ക്വയർ റൂട്ട് വരുന്ന കേസിൽ. അപ്പം ഞാനിവിടെ ലിമിറ്റ് x ടെൻസ് ടു 4 √x - 2 / x - 4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിലേക്ക് അറിയാം നമുക്ക് 4 അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് 0/0 കേസാണ്. അപ്പം എനിക്ക് എന്താണ് വേറെ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ഇൻറ്റു ചെയ്യുക. അതായത് സ്ക്വയർ റൂട്ട് വരുന്നത് കൊണ്ട് എനിക്ക് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ √x - 2ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് √x + 2 ആണ്. ഇതിൻ്റെ ഈ √x + 2ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √x - 2 ആണ്. അതായത് ഈ ഒരു സൈൻ മാത്രം മാറും. അപ്പോൾ ഇത് മൈനസ് ആൻഡ് ഇവിടെ പ്ലസ് ഓപ്പോസിറ്റ് വന്നു. ഇവിടെ ഇപ്പം പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് ഇത്.
അപ്പം നമുക്കിവിടെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ റൂട്ടിനെ മാറ്റാൻ പറ്റും. അത് ഞാൻ ഒന്നുകൂടെ ഇത് അപ്ലൈ ചെയ്യുവാണ്. സോ ഇവിടെ വന്നിട്ട് എക്സ് ടെൻസ് ടു 4 റൂട്ട് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4. ഞാൻ എന്താ പറഞ്ഞത്, ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്ലൈ ചെയ്യണം എന്ത്, ഈ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പം ഞാനിവിടെ റൂട്ട് എക്സ് പ്ലസ് 2 വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പം ഇനി എന്താണ്, നമുക്കറിയാം ഒരു വാല്യൂവിലേക്ക് നമ്മൾ 2/2 എന്ന് പറയുന്ന ഒരു വാല്യൂവിലേക്ക് ഞാൻ ഇതിനെ 4 വെച്ച് ഇൻറ്റു ചെയ്താൽ എന്താണ്, അതേ സമയം തന്നെ ഇവിടെ ഞാൻ ഡിവിഷൻ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ വാല്യൂ നമുക്ക് മാറാതിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്, സ്മോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ റൂട്ട് എക്സ് പ്ലസ് 2 വെച്ച് ഞാൻ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സെയിം ടൈം ഞാനിവിടെ ഡിവിഷൻ ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനി റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2, ഇനി ഇത്രയുമാണ് വരുന്നത്. ഇനി ഞാൻ ഈ സ്റ്റെപ്പ് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. കുറച്ച് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് ഇസിക്കൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമുക്കറിയാം ഇതും ആ ഒരു ടേമിലാണ്, ഈ ഒരു ടേം ആണ് ഇവിടെ വന്നത്. ഇവിടെ എന്താണ് റൂട്ട് എക്സ് മൈനസ് 2 വന്ന്, ഇവിടെ റൂട്ട് എക്സ് പ്ലസ് 2 വന്ന്. സോ ഞാൻ അതുപോലെ തന്നെ, അപ്പം എനിക്ക് ഇവിടെ എ എന്ന് പറയുന്ന വാല്യൂ എന്ത് വന്നു, റൂട്ട് എക്സ് ആണ്, ബി എന്നുള്ള 2 ആണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അതുപോലെ എഴുതുകയാണ്, എക്സ് ടെൻസ് ടു 4. ഇവിടെ എനിക്ക് എ സ്ക്വയറിന് പകരം റൂട്ട് എക്സിൻ്റെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2. എനിക്ക് അറിയാം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത്, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് മൈനസ് 4 ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2. എനിക്കിനി ഇവിടെ വന്നിട്ട് സിംപ്ലിഫൈ ആവുന്നുണ്ട്, കാരണം എക്സ് മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 വരുന്നുണ്ട്. ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കളയുന്നു. സോ ഇനി ഇവിടെ വരുമ്പോൾ 1 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് റൂട്ട് എക്സ് പ്ലസ് 2 ആണ്. അപ്പം ലിമിറ്റ് എന്താണ്, ലിമിറ്റ് ഞാൻ ഒരു സ്റ്റെപ്പ് വിട്ടുപോയിട്ടുണ്ട് എഴുതാം, പക്ഷേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എപ്പോഴാണ്, ഫൈനൽ ആൻസർ വരുന്ന വരെ. അങ്ങനെ വരുമ്പോൾ 1 ഡിവൈഡ് ബൈ റൂട്ട് 4 പ്ലസ് 1 divided by root 4 plus 2, that is equal to 1 divided by 2 plus 2. സോ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 1/4 ആണ്. ഇത് നമുക്കിവിടെ കിട്ടും. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റെപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ വരും. കാരണം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഒക്കെ ടേമിൽ ഇപ്പം ഇതൊക്കെ എക്സ് സ്ക്വയർ മൈനസ് 9 എന്നൊക്കെ ആയിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫാക്ടറൈസ് മെത്തേഡ് ചെയ്യാം, ഫാക്ടറൈസ് മെത്തേഡ്. പക്ഷെ ഇവിടെ അതല്ല. ഇത് ഇപ്പം ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ്. ഇവിടെ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് വരുന്നത്. സോ ഇതിനെ നമുക്കിപ്പം എക്സ് 0 ആണ്, അപ്പം സൈൻ 0 ഈക്വൽ ടു 0/0 എസ് വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് നമ്മളിവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിനെ അങ്ങ്
ന്യൂമറേറ്ററിനെ അങ്ങ് ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിനെ അങ്ങ് ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാല്യൂ ഫൈനൈറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, എന്താണ് കോസ് എക്സ് വരും, ഡിവൈഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. സോ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 എന്ന് വരും. ഇനി ഇവിടെ എന്താണ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോസ് 0 ഫിസിക്കൽ ടു എന്താണ് 1 വന്നു. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമുലയായിട്ട് നിങ്ങൾക്ക് പഠിച്ചിരിക്കണം. സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് അതുപോലെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫോമുലാസ് ആണ് വരുന്നത്. സോ ഇത് നമുക്ക് ഇങ്ങനെ ഉള്ള കുറച്ച് സ്പെഷ്യൽ ഫോർമുലാസ് വരുന്നത്. അപ്പോൾ അതിനെ സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതും അതുപോലെ തന്നെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ് ഇത്. കുറച്ച് പ്രോബ്ലംസ് താഴെ കനി ഉള്ളത് പ്രാക്ടീസ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കാരണം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് ടെൻസ് ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 2 സ്ക്വയർ മൈനസ് 2, 4 മൈനസ് 2, 2. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയാണ്. എക്സ് ടെൻസ് ടു 3 ആണ്, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. സോ എന്താണ് ആൻസർ വരുന്നത്, 3 ഇൻറ്റു എന്താണ് എക്സിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ആർ ടെൻസ് ടു 1, ദെൻ പൈ ആർ സ്ക്വയർ. ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ ഇത്. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി സർക്കിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആർ ടെൻസ് ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട, ആറിന് 1 വാല്യൂ ഇട്ട് കൊടുക്കുക. സോ പൈ ഇൻറ്റു 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു പൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ എക്സ് ടെൻസ് ടു 2 ആണ്, എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇനി ഇതൊരു കുറച്ച് ലിമിറ്റ് നമ്മൾ ഇതിലേക്ക് എക്സിൻ്റെ വാല്യൂ 2 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇത് 0 വരും. 0/0 കേസാണ്. അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഉള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറൈസ്. ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 4നെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. ഇങ്ങനെ വരുമ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമല്ലോ. നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സ് സ്ക്വയർ മൈനസ് 4നെ ഞാൻ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇനി എനിക്ക് ഡയറക്റ്റ് ഇത്
കട്ട് ചെയ്ത് കളയാം. ബാലൻസ് എനിക്കുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ആൻസർ 4 വരും. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇതിനകത്ത് 5 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ കുറച്ച് പ്രോബ്ലംസ് അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് 0/0. ഞാനിവിടെ അത് ചെയ്യുന്നില്ല, എനിക്ക് നോക്കാം. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ 4 ഇൻറ്റു 2 8. സോ ഇത് വരും, അതായത് 0/0 കേസാണ് ഇത് വരുന്നത്. എന്നിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് എക്സ് ടെൻസ് ടു 2 എന്നുള്ള വാല്യൂ ആണല്ലോ. നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ് വരുന്നത്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഇതിലേക്ക് നമുക്ക് ഇതിനെ ഒരു ഫാക്ടറൈസ് മെത്തേഡാണല്ലോ ഇനി നോക്കുന്നത്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്കറിയാം ഈ എക്സ് സ്ക്വയർ മൈനസ് 4നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പക്ഷേ ഈ മുകളിലുള്ളതിനെ നമുക്കാണ് ഇത് എക്സ് ക്യൂബാണ് വന്നിരിക്കുന്നത്. ഇതിന് എക്സ് സ്ക്വയർ എന്നോ അങ്ങനെ വല്ല ആയിരുന്നു നമുക്കൊരു ഫോർമാറ്റിലേക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതായിരുന്നു. സോ ഞാൻ ഇതിൽ നിന്ന് എക്സ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. താഴത്തെ എക്സ് സ്ക്വയർ മൈനസ് 4നെ നമുക്കറിയാം ഫോർമുല, അത് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ എക്സിനെ ഞാൻ പുറത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടേമിനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4x പ്ലസ് 4. എക്സ് സ്ക്വയർഡ് മൈനസ് 4 എന്ന് പറയുന്നത് നമ്മൾ എ സ്ക്വയർഡ് മൈനസ് ബി എന്നുള്ള, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതി. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ ഒന്ന് നോക്കിയേ. എ സ്ക്വയർ മൈനസ് ബി 2ab പ്ലസ്, നമ്മൾ ഒരു ഫോർമുല നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം നമുക്കറിയാം ഈ ഇക്വേഷനും കൂടെ ഏതാ? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. ഇനി ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എയുടെ വാല്യൂവിന് പകരം നമുക്ക് എക്സ് ആണ്. ബിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഈ രണ്ട് ഇക്വേഷനോടെ കമ്പയർ ചെയ്യുക. ഇത് കാരണം ഈ ഇക്വേഷനും ഇതും സെയിം ഫോർമാറ്റാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അതായത് ബി സ്ക്വയർ 4 ആണ്. അപ്പം ബി എന്ന് പറയുന്നത് √4 വരും. സോ ബി ഇസിക്കൽ ടു 2 എടുത്തു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ രണ്ടുകൂടെ കമ്പയർ ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ ആണ് നമ്മളിവിടെ ഇപ്പോൾ എടുത്തത്. സോ ഞാൻ ഇവിടേക്ക് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 അല്ലേ? ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? എ മൈനസ് ബി ഇൻ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കുമ്പോൾ എക്സ് മൈനസ് 2 ഇൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2.
സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഒരു എക്സ് പുറത്തുണ്ട്, പിന്നെ അത് കൂടാതെ നമുക്ക് എക്സ് മൈനസ് 2 നമുക്ക് ഇനിയും നോക്കുമ്പോൾ ഇനിയത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്തെങ്കിലും കട്ടായി പോകുമോ എന്ന് നോക്കണം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ടായത്. അത് നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 4x² പ്ലസ് 4x എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അതിൽ നമ്മൾ ഇവിടെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എക്സ്, വേറെ വ്യത്യാസമൊന്നുമില്ല, ഒരു എക്സ് നമ്മളിവിടെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുകയും വേണം. നമ്മളത് നമുക്ക് എന്താണ്, കട്ടാക്കി പോവും. സോ നമുക്കറിയാം ഇവിടെ എക്സ് മൈനസ് 2 ഇവിടെ എക്സ് മൈനസ് 2 ആണ്. സോ ഇത് ഒരെണ്ണം താഴെ നമുക്ക് ഡിവൈഡ് ആയി പോകും. സോ ഇവിടെ എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 എന്ന് വരും. 0 ബൈ വാട്ട് എവർ ഇത് 2 വന്നാൽ നമുക്കറിയാം, 4 വന്നാൽ ഇവിടെ ആൻസർ 0 വരും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. x raised to n divided by a raised to n, limit x tends to a, the whole divided by x minus n. സോ ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരും? അതായത് ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ്, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എൻ എന്നുള്ളത് ആണ് നമുക്കിവിടെ വരുന്നത്. സോ ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ ഇൻറ്റു ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. സോ അതിന് വരുമ്പോൾ ഞാൻ എന്താണ്, അങ്ങനെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനത്തെ ആയിരിക്കും. ഒരെണ്ണം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്, ഇത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇനി ഇത് എക്സ് ടെൻസ് ടു ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എക്സ് ടെൻസ് ടു 2, എക്സ് റേസ് ടു 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2.
നമ്മൾ നോക്കിക്കണം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ടെൻസ് ടു 2 ആണ്, എക്സ് റേസ് ടു 4 - 16 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോമുലയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് കറക്റ്റ് ആ ഫോമിലാണ് വന്നേക്കുന്നത്. അതായത് മുകളിൽ എക്സ് റേസ് ടു 4 - 16 വന്നു, ഡിവൈഡ് ബൈ താഴെ എക്സ് മൈനസ് 2 വന്നു. അപ്പം ഈ ഒരു ഫോമിനെ അത് എങ്ങനെയാണ് നമുക്ക് അതിലേക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ അതിനായിട്ട് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ വരുമ്പോൾ തന്നെ എക്സ് റേസ് ടു 4 - 16 എന്ന് പറയുന്നതിനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ താഴെ എക്സ് മൈനസ് 2 ആണ്. അപ്പം 2ൻ്റെ ഒരു നമുക്കൊരു സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ 2 റേസ് ടു എന്ന് പറഞ്ഞിട്ട് എക്സ്പോണൻഷ്യലായിട്ട് നമുക്ക് 16 എഴുതാം. സോ എങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ ഈ ഒരു ഫോർമാറ്റിലേക്ക്, ഈ ഇക്വേഷനിലേക്ക് ഇത് ആവത്തുള്ളൂ. സോ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ താഴെ എക്സ് മൈനസ് 2 ആ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുകളിലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് എഴുതണം. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. എക്സ് റേസ് ടു 4 - 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, എക്സ് റേസ് ടു 4 - 2ൻ്റെ 2 റേസ് ടു 4 ആണ് 16. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ 2ൻ്റെ ടേമിൽ ഇതിപ്പം നമുക്കറിയാം 4 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ, അതായത് 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പം നമുക്ക് വേണേൽ 4 എടുത്തൂടെ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇവിടെ താഴെ നമുക്ക് വന്നിരിക്കുന്നത്, നമ്മൾ ഈ ഇക്വേഷൻ നോക്കി ഇവിടെ എക്സ് മൈനസ് എൻ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ റേസ് ടു ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ 2 എടുത്തു, 2ൻ്റെ റേസ് ടുവിലാണ് താഴെ നമുക്ക് എക്സ് മൈനസ് 2 അല്ലേ വന്നത്. അപ്പോൾ നമുക്ക് 2ൻ്റെ ടേംസ് തന്നെ എടുക്കാം. അങ്ങനെ വരുമ്പോൾ എക്സ് റേസ് ടു 4 - 2 റേസ് ടു 4 the whole divided by x minus 2 and the limit x tends to 2. ഇനി നമ്മുടെ ഇത് എന്താണ്, ഏത് ഫോമിലായി? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായി? എക്സ് റേസ് ടു n ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് സോ നമ്മുടെ ഇവിടുത്തെ എക്ക് പകരമാണ് ഇവിടെ 2 വന്നേക്കുന്നത്. സോ നമ്മൾ ആ ഒരു ഈ ഫോർമാറ്റിലേക്കായി, അതായത് എ എന്നുള്ളതിന് നമ്മളിവിടെ 2 ആണ്. അപ്പം 2 റേസ് ടു നമ്മളിവിടെ എടുത്തു. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, റേസ് ടു n എന്ന് പറയുന്നത് 4 ആണ്. കണ്ടോ, എൻ്റെ വാല്യൂ എല്ലാം ഇവിടെ 4 ആണ്. അപ്പോൾ 4 മൈനസ് 1 3 ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ n ഇൻറ്റു 2 റേസ് ടു അതായത് എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡ് ബൈ എക്സ് മൈനസ് n വരുമ്പോൾ ഫോർമുല വരുന്നത് ഇതാണ്, n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്തു, n ഇൻറ്റു എയുടെ വാല്യൂ 2 ആണ്. സോ 2 റേസ് ടു 3 എടുത്തു. ഒരു തവണയുടെ സ്റ്റെപ്പ് ഒന്ന് എഴുതിയേക്കാം ഇവിടെ.
നമുക്കിവിടെ എന്താണ് നമുക്കറിയാം n ഈക്വൽ ടു 4 ആണ്, a ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 2 ആണ്, 2 റേസ് ടു 3. ടു റേസ് ടു 3 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പം 2 ഇൻറ്റു 4 ഇൻറ്റു 8. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. വീണ്ടും ഞാൻ ഓൾറെഡി കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുല പറഞ്ഞായിരുന്നു. ഞാൻ ഒരു ഫോർമുല കുറച്ച് മുമ്പ് എടുത്ത ഒരു ഫോർമുല വീണ്ടും എടുക്കുകയാണ്. എനിക്കൊരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഫോർമുല വേണം. ഇത് നമുക്കറിയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. സോ ഇനിയും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. സൈൻ എ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എ എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ വരുന്ന 1 ഇൻറ്റു എ എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയും. അതെങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് മുകളിൽ സൈൻ 1x ആണ്, സൈൻ 1 ഇവിടെ എന്താണ് 1 ഇൻറ്റു എക്സ് ആണ്, ഇവിടെ 1x ആണ്. സോ അതുകൊണ്ടാണ് ആൻസർ 1 വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ അത് വെച്ചിട്ട് ഇതിനെ ചെയ്യുമ്പോൾ സൈൻ എ എക്സ് ഇവിടെ അഡീഷണൽ എന്താ വന്നത്, ഒരു എ ഇൻറ്റു എക്സ് ആ വന്നത്, ഡിവൈഡ് ബൈ എ എക്സ് ആണ്. സോ 1 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് വരും, എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. എക്സ് ടെൻസ് ടു 0 സൈൻ 4x ഡിവൈഡ് ബൈ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇതിലേക്ക് നമുക്ക് എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ സൈൻ 4x ഡിവൈഡ് ബൈ സൈൻ 2x നമുക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആകെ അറിയാവുന്ന ഒരു ഫോർമുല ഇതാണ്, ഈ ഒരു ഫോർമാറ്റാണ്. വാല്യൂ മാർക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിൽ പക്ഷേ ഈ ഒരു ഫോർമാറ്റിലും അല്ല കിടക്കുന്നത്. കാരണം ഇവിടെ സൈൻ ഈ ഒരു ഫോർമുല എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സൈൻ 4x ഹോൾ ഡിവൈഡ് ബൈ 4x എന്ന് തന്നെ വരണം. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഞാൻ ഇവിടെ സൈൻ 4x ഡിവൈഡ് ബൈ 4x ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 4x വരുത്തണം. അത് എന്തിനാണെന്ന് നമുക്ക് അറിയാമല്ലോ. അതായത് 4x വേണ്ട, എക്സ് ഓൾറെഡി ഉണ്ടല്ലോ. അതായത് ഇവിടെ എനിക്ക് ഞാനൊരു വാല്യൂവിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാനൊരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേ സമയം തന്നെ എനിക്ക് എന്ത് വരണം, എനിക്ക് അതിനെ കൊണ്ട് തന്നെ ഞാൻ ഡിവൈഡ് ചെയ്യുകയും വേണം. ഞാനിവിടെ എടുക്കുന്നത് സിമിലർലി തന്നെ ഈ സൈൻ 2xനും ഞാൻ അതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എന്തായി നമ്മുടെ ഒരു ഫോർമാറ്റിലേക്കായി. നമ്മൾ എന്താണ് ഈ ഒരു ഞാൻ കുറച്ച് മുമ്പ് സൈൻ എ എക്സിൻ്റെ പറഞ്ഞു. അതായത് ഇത്രയും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ 4x ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ഡിവൈഡ് ബൈ
4x എന്ന് പറയുന്നതിന് എനിക്ക് എന്ത് ചെയ്യാം, 4 എന്ന് എടുക്കാം. കാരണം ഇതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ sin ax ഡിവൈഡ് ബൈ ഇസിക്കൽ ടു a ഇൻറ്റു 1 ആണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ നമുക്കിവിടെ 4 മുകളിൽ 4 കിട്ടും, താഴെ 2 കിട്ടും. സോ 4 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 2 വരും. നെക്സ്റ്റ് അതുപോലെയുള്ള ഒരു ഫോർമാറ്റാണ് പഠിക്കുന്നത്. ഇനി നമ്മളിപ്പം ഇത് ട്രിഗ്നോമെട്രിയുടെ ആയിരുന്നു നമ്മൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഫോർമുല പഠിച്ചത്. ഇനിയും നെക്സ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്. ലിമിറ്റ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഈസിക്കൽ ടു 1. ഇതാണ് ഫോർമുല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. അതായത് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ 0 വരുമ്പോൾ നമുക്കിവിടെ 1 എന്നാണ് വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ടായിരിക്കും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇ റേസ് ടു 3x മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ 3x. അപ്പം നമുക്കറിയാം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ എന്ത് വരും, ആൻസർ 3 വരും. കാരണം നമുക്കറിയാം ഇ റേസ് ടു ഒരു 3യുടെ അഡീഷണൽ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടല്ല, ഇവിടെ എക്സിന് പകരം 3x വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 ഇൻറ്റു 1 വരും. സോ ഇത് 3 വരും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല വരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ്. ഞാൻ പ്രോബ്ലം ഫോർ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ സ്പെഷ്യൽ ലിമിറ്റാണ്. ഇത് നമ്മൾ നോക്കി. പിന്നെ ഇത് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും.
പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് 1/∞ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1+x⁴n എന്ന് പറയുന്നത് e⁻n(x) ആണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിമിറ്റ് ഫോർമുലാസ് ആണ്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഇന്ന് എന്താണ് നോക്കിയതെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ലിമിറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു. ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ സ്വഭാവം എ എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലുള്ള ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എയിൽ ഉള്ള വാല്യൂസ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ്, കാരണം എക്സ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിനോട് വളരെ അടുത്തതാണ്. നമ്മൾ അത് വെച്ചിട്ടൊരു ഇൻഫിനിറ്റി നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്നു. പിന്നെ ലിമിറ്റ് രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്ത് വരുവാണ്, സെപ്പറേറ്റ് ഫംഗ്ഷന് അതിൽ ആഡ് ചെയ്ത് എടുക്കുന്നു സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ, ഡിവിഷൻ ചെയ്ത് വരുമ്പോൾ ഒക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് ഡയറക്റ്റ് 0/0 കേസ് വരാത്തതിനൊക്കെ നമുക്ക് കൊടുക്കാം. അത് കൂടുതൽ x² - a² ആ ഫോർമുലയിലായിരിക്കും അങ്ങനെയുള്ള കേസ് വരുന്നത്. ഫാക്ടറൈസ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് ഇതുപോലെ നമുക്ക് കുറച്ച് ഫോർമുലാസിലേക്ക് നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യണം ഇതിനെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൈറ്റ് ആൻസർ കിട്ടും. പിന്നെ ഒരെണ്ണം സ്ക്വയർ റൂട്ട് വരുന്ന കേസ് മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ ഇതിലും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഒരു ഡിനോമിനേറ്റർ അല്ലെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഇത് ഡിവിഷൻ ചെയ്യുമ്പോൾ അത് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ ഇന്ന് ഇത്രയുമാണ്. അപ്പോൾ ഇനി നമുക്ക്